നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ ഇനി വാർത്താ നിമിഷമാണ്. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണുവാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. മാധ്യമ സ്വാതന്ത്ര്യം അസത്യം അറിയിക്കുവാനുള്ള സ്വാതന്ത്ര്യം അല്ലെന്ന് മുഖ്യമന്ത്രി. ഏഷ്യാനെറ്റിലെ പോലീസ് നടപടി നിയമവാഴ്ചയുടെ ഭാഗമായുള്ള പരിശോധന മാത്രമെന്നും മറുപടി. മാധ്യമ സ്വാതന്ത്ര്യം എന്നത് അസത്യം അറിയിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല, മറിച്ച് വായനക്കാരൻ്റെ സത്യം അറിയാനുള്ള സ്വാതന്ത്ര്യമാണ്. അത് സർക്കാർ പരിരക്ഷിക്കും. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ധാർമ്മികത ചോർത്തിക്കളയുന്നതിനെതിരെയാണ് സ്വാഭാവികമായും ഉത്കണ്ഠ പ്രകടിപ്പിക്കേണ്ടത്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുവാൻ SFIക്ക് എന്ത് അധികാരമെന്ന് പ്രതിപക്ഷം. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല, പ്രതിപക്ഷം സഭ വിട്ടു. പുകയിൽ മുങ്ങി കൊച്ചി നഗരവും പരിസര പ്രദേശങ്ങളും. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീകെടുത്തുവാനുള്ള ശ്രമം തുടരുന്നു. പ്രദേശത്ത് ജനകീയ സമരസമിതിയുടെ പ്രതിഷേധം. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി MP രാജേഷ്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറെ മർദ്ദിച്ചതിൽ പ്രതിഷേധം. ജില്ലയിലെ ഡോക്ടർ OP ബഹിഷ്കരിക്കുന്നു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം. ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായ മനീഷ് സിസോദിയയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. സിസോദിയെ ഉച്ചയ്ക്ക് കോടതിയിൽ ഹാജരാക്കും. CBI മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് ആം ആദ്മി. സിസോദിയക്കെതിരെ തെളിവില്ലെന്നും വാദം. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് മുംബൈ ബാംഗ്ലൂർ പോരാട്ടം. മത്സരം രാത്രി 7:30 ബ്രാബോൺ സ്റ്റേഡിയത്തിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തകർത്ത് ലിവർപൂൾ. 92 വർഷത്തിനിടെ യുണൈറ്റഡിന്റെ ഏറ്റവും വലിയ തോൽവി.